ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഫേസോസ് 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. എഫേസോസുകാർക്കുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ്ലീഹ സ്വയം വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ്? ഓപ്ഷൻസ്: എ. അപ്പസ്തോലനായ പൗലോസ്. ബി. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. സി. കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. ഡി. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധസ്ഥനായ സ്ഥാനപതി. ഉത്തരം: യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ്. 2. എഫേസോസ് 1:2 പ്രകാരം പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നൽകുന്നത്. ഓപ്ഷൻസ്: എ. സ്നേഹവും സമാധാനവും. ബി. വിശുദ്ധിയും സമാധാനവും. സി. കൃപയും സമാധാനവും. ഡി. കൃപയും വിശുദ്ധിയും. ഉത്തരം: കൃപയും സമാധാനവും. 3. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. കൃപയുടെ സമൃദ്ധി. ബി. മഹത്വത്തിൻ്റെ സമൃദ്ധി. സി. വിശുദ്ധി. ഡി. കൃപയും സമാധാനവും. ഉത്തരം: മഹത്വത്തിൻ്റെ സമൃദ്ധി. 4. എന്ത് മൂലമാണ് എഫേസോസുകാർ ഒരിക്കൽ മൃതരായിരുന്നത്? ഓപ്ഷൻസ്: എ. അപരാധങ്ങളും പാപങ്ങളും. ബി. ഹൃദയകാഠിന്യം. സി. വഞ്ചന. ഡി. അപരാധങ്ങൾ. ഉത്തരം: അപരാധങ്ങളും പാപങ്ങളും. 5. നാം രക്ഷിക്കപ്പെട്ടത് എന്തിനാലാണ്? ഓപ്ഷൻസ്: എ. വിശ്വസ്തതയാൽ. ബി. വിശുദ്ധിയാൽ. സി. കൃപയാൽ. ഡി. സ്നേഹത്താൽ. ഉത്തരം: കൃപയാൽ. 6. പൂരിപ്പിക്കുക. ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ ഡാഷ് വഴി സമീപസ്ഥരായിരിക്കുന്നു. ഓപ്ഷൻസ്: എ. കൃപ. ബി. വിശുദ്ധി. സി. രക്ഷ. ഡി. രക്തം. ഉത്തരം: രക്തം. 7. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, പിന്നെ ആരാണ്? ഓപ്ഷൻസ്: എ. വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. ബി. ഒരേ ശരീരവും ഒരേ ആത്മാവും ഉള്ളവർ. സി. കർത്താവിൻ്റെ വിശ്വസ്തർ. ഡി. ദൈവഭവനത്തിലെ അംഗങ്ങൾ. ഉത്തരം: വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളും. 8. പൗലോസ്ലീഹ എന്തിനു വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ. സുവിശേഷം കൈകാര്യം ചെയ്യാൻ. ബി. ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. സി. ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിന്. ഡി. വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിന്. ഉത്തരം: ദൈവകൃപ കൈകാര്യം ചെയ്യാൻ. 9. പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് എന്തിന്? ഓപ്ഷൻസ്: എ. ദൈവകൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി. ബി. അവിടുത്തെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. സി. അവിടുത്തെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി. ഡി. കർത്താവിൽ പരിശുദ്ധമായ ആലയം പണിയുന്നതിനു വേണ്ടി. ഉത്തരം: അവിടുത്തെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ. 10. അറിവിനെ അതിശയിക്കുന്ന എന്ത് നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ എന്നാണ് പൗലോസ്ലീഹ ആഗ്രഹിക്കുന്നത്. ഓപ്ഷൻസ്: എ. കൃപാവരങ്ങളുടെ വൈവിധ്യം. ബി. ദൈവസ്നേഹം. സി. ക്രിസ്തുവിൻ്റെ സ്നേഹം. ഡി. മഹത്തായ സ്നേഹം. ഉത്തരം: ക്രിസ്തുവിൻ്റെ സ്നേഹം. 11. അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ആരെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻസ്: എ. വിജാതിയർ.
ബി എഫേസോസുകാർ, സി പാപികൾ, ഡി ദുഷ്ടർ. ഉത്തരം വിജാതിയർ. 12 ക്രിസ്തു സഭയെ വെണ്മയുള്ളതാക്കിയത് എങ്ങനെ? ഓപ്ഷൻസ്: എ വചനത്താൽ, ബി വിശ്വസ്തതയാൽ, സി സ്നേഹത്താൽ, ഡി രക്തത്താൽ. ഉത്തരം വചനത്താൽ. 13 പൂരിപ്പിക്കുക. കേൾവിക്കാർക്ക് ഡാഷ് പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുവിൻ. ഓപ്ഷൻസ്: എ ആത്മീയ ചൈതന്യം, ബി വിശ്വാസം, സി രക്ഷ, ഡി കാരുണ്യം. ഉത്തരം ആത്മീയ ചൈതന്യം. 14 അനുസരണം ഇല്ലാത്ത മക്കളുടെ മേൽ പതിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ ശാപം, ബി കർത്താവിൻ്റെ ക്രോധം, സി കർത്താവിൻ്റെ ശാപം, ഡി കർത്താവിൻ്റെ ക്രോധം. ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം. 15 ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ നാം പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരം പെരുമാറണം എന്നാണ് ശ്ലീഹ ഉപദേശിക്കുന്നത്. ഓപ്ഷൻസ്: എ വിശുദ്ധിയോടെ, ബി ഹൃദയാർദ്രതയോടെ, സി സ്നേഹത്തോടെ, ഡി വിശ്വസ്തയോടെ. ഉത്തരം ഹൃദയാർദ്രതയോടെ. 16 എഫേസോസ് 6:23 പ്രകാരം സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ശ്ലീഹ ആശംസിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും, ബി കൃപയും സമാധാനവും, സി ശാന്തിയും സമാധാനവും, ഡി ദൈവകൃപ. ഉത്തരം വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും. 17 ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കണം എന്ന് ശ്ലീഹ പറയുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: എ മാതാപിതാക്കന്മാരെ, ബി ലൗകിക യജമാനന്മാരെ, സി പിതാക്കന്മാരെ, ഡി ഭർത്താക്കന്മാരെ. ഉത്തരം ലൗകിക യജമാനന്മാരെ. 18 എവിടെയെല്ലാമുള്ള പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുമ്പിലാണ് പൗലോസ് ശ്ലീഹ മുട്ടുകൾ മടക്കുന്നത്. ഓപ്ഷൻസ്: എ ആകാശത്തിലും ഭൂമിയിലും, ബി സ്വർഗത്തിലും ഭൂമിയിലും, സി അത്യുന്നതങ്ങളിൽ, ഡി സ്വർഗത്തിലും നരകത്തിലും. ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലും. 19 പ്രകാശത്തിൻ്റെ ഫലം എന്തിലെല്ലാമാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻസ്: എ സത്യം നീതി വിവേകം, ബി സത്യം വിവേകം സൽകീർത്തി, സി സത്യം നന്മ സൽകീർത്തി, ഡി നന്മ നീതി സത്യം. ഉത്തരം നന്മ നീതി സത്യം. 20 ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ. വചനഭാഗം ഏത്? ഓപ്ഷൻസ്: എ എഫേസോസ് 5:1, ബി എഫേസോസ് 5:2, സി എഫേസോസ് 5:3, ഡി എഫേസോസ് 5:4. ഉത്തരം എഫേസോസ് 5:2. 21 പൂരിപ്പിക്കുക. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഡാഷ് ലഭിക്കട്ടെ. ഓപ്ഷൻസ്: എ കൃപ, ബി വിവേകം, സി അനുഗ്രഹം, ഡി ശക്തി. ഉത്തരം ശക്തി. 22 നിങ്ങൾ എന്തിനാൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് എഫേസോസ് 4:23 പറയുന്നത്. ഓപ്ഷൻസ്: എ ആത്മാവിനാൽ, ബി കൃപയാൽ, സി മനസ്സിൻ്റെ ചൈതന്യത്തിൽ, ഡി ജീവിത വിശുദ്ധിയിൽ. ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ. 23 നമുക്ക് ഓരോരുത്തർക്കും എന്തിന് അനുസൃതമായാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്,
ബി ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന്, സി ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക്, ഡി ക്രിസ്തുവിൻ്റെ ദാനത്തിന്. ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന്. 24 6-ാം അധ്യായത്തിൻ്റെ ഉപസംഹാരത്തിന് മുമ്പുള്ള ശീർഷകത്തിൽ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ നന്മയുള്ളവർ ആയിരിക്കുവിൻ, ബി നിരന്തരം പ്രാർത്ഥിക്കുവിൻ, സി കർത്താവിൽ ശരണപ്പെടുവിൻ, ഡി കരുണയുള്ളവരായിരിക്കുവിൻ. ഉത്തരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ. 25 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ. അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻസ്: എ എഫേസോസ് 6:24, ബി എഫേസോസ് 6:22, സി എഫേസോസ് 6:23, ഡി എഫേസോസ് 6:25. ഉത്തരം എഫേസോസ് 6:24.